അത് എബ്രായർ 10:26. ദൈവത്തിൻ്റെ കരുണയും കൃപയും മുതലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോസ്തലപ്രവൃത്തി 17:30 അവർക്ക്. എബ്രായർ 10:26. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷയാണ് ബാക്കി. 26 വാക്യത്തിൽ നാം എന്നാണ് പറയുന്നത്. ശരി, എന്തായാലും ഇത് എഴുതിയ ആൾ ആത്മനിറവുള്ളൊരു വിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനം എഴുതാൻ അവനോട് കൽപ്പിക്കില്ലായിരുന്നു. ഇവിടെ അവൻ നിങ്ങൾ എന്നല്ല പറയുന്നത്, നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ. പരിശുദ്ധാത്മാവിന് നിറഞ്ഞ ഒരു വ്യക്തിക്ക് മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ കഴിയുമോ? ഇത് തുടർമാനം നടക്കുന്ന ഒരു കാര്യമാണ്. അത് മനഃപൂർവ്വമായി ഒരു പ്രാവശ്യം ചെയ്യുന്ന പാപമല്ല. ഞാൻ ചിന്തിക്കുന്നു നമ്മളെല്ലാവരും വീണ്ടും ജനിച്ച ശേഷം ഏതെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള പാപം ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇത് തുടർന്ന് മനഃപൂർവ്വമായി പാപം ചെയ്യുകയാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. തുടർമാനമായിട്ട് പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നതും അങ്ങനെയുള്ളവർക്കൊരു മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ കൃപയെ ദുരുപയോഗം ചെയ്യുന്നവർ പാപം ചെയ്തു പോകുന്ന അത്ര വലിയ കാര്യമല്ല. കാരണം യേശുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കും. 29 വാക്യത്തിൽ പറയുന്നു, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത്, അവൻ യേശുവിൻ്റെ രക്തം മലിനം എന്ന് നിരൂപിക്കുന്നവനാണ്. ഓ, എങ്ങനെയാണ് നിങ്ങൾ യേശുവിൻ്റെ രക്തത്തെ മലിനം എന്ന് നിരൂപിക്കുന്നത്? സാധാരണം എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വിവർത്തനം. സാധാരണ എന്ന് പറഞ്ഞാൽ പൈപ്പ് വെള്ളം പോലെ സർവ്വസാധാരണമായൊരു കാര്യം. എൻ്റെ കയ്യിൽ ചെളി പറ്റിയാലും കുഴപ്പമില്ല, വെള്ളം സൗജന്യമാണല്ലോ. നമുക്ക് ആ വാക്യം ഇങ്ങനെ പറയാം, യേശുവിൻ്റെ രക്തത്തെ അവൻ വിലയില്ലാത്ത ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. കാരണം പാപം ചെയ്താലും കുഴപ്പമില്ലെന്നാണ് അവൻ പറയുന്നത്. ഞാൻ സത്യസന്ധമായി പറയട്ടെ, 2 കൊല്ലമായിട്ട് നിങ്ങൾക്ക് കർത്താവിനെ അറിയാമെങ്കിൽ പാപം ചെയ്താലും കുഴപ്പമില്ലെന്നാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്ത് മുങ്ങിപ്പോകാൻ കഴിയുന്ന ഒരിടത്താണ് നീ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നീ മാറുക. എന്നാൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അടിസ്ഥാനപരമായിട്ട് പരമാർത്ഥതയാണ് നോക്കുന്നത്. നിങ്ങൾ പരമാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ദൈവം പരമാർത്ഥികളെ സ്നേഹിക്കുന്നു. നിങ്ങൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് യേശു ഒരാളെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല അഭിപ്രായം, പല ആളുകളെക്കുറിച്ച് യേശു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസികളായ ആളുകളെക്കുറിച്ച്. ഒരവിശ്വാസിയെക്കുറിച്ച് നല്ലത് പറയാൻ നമുക്ക് ആഗ്രഹം കാണുകയില്ല. നമ്മൾ ചിന്തിക്കും ഒരു അവിശ്വാസിയെക്കുറിച്ച് എന്താണ് നല്ലത് പറയേണ്ടത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരവിശ്വാസിയായിട്ടുള്ളൊരു പട്ടാളക്കാരൻ, റോമാക്കാരനായ ശതാധിപൻ, യേശു പറഞ്ഞു, ഇസ്രായേലിൽ ഒരാളും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഒരു അവിശ്വാസിയെപ്പറ്റി ദൈവവചനം പഠിച്ച ആ എല്ലാ യഹൂദന്മാരെക്കാളും അധികം വിശ്വാസം റോമാക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരന്. അവൻ ക്രൂശിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓ, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. എന്നാൽ പരീശന്മാരവനെ ബെയിൽസബേൽ എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് ദൈവവചനം അറിയുന്നതല്ല പ്രധാനപ്പെട്ടത്. ഇവിടെ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് യേശു പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ഇവിടെ നഥാനിയേൽ എന്ന് പറയുന്ന ഒരു അവിശ്വാസി, അവനൊരു ക്രിസ്ത്യാനിയല്ല, യേശുവിൻ്റെ ശിഷ്യനുമല്ല. സത്യം പറഞ്ഞാൽ നസ്രയത്തിൽ നിന്ന് വരുന്നവരോടൊക്കെ പുച്ഛമുള്ള ഒരു മനുഷ്യൻ. ഫിലിപ്പോസ് വന്ന് അവനോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ മെശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ പറയുന്ന മെശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, യേശുവാണവൻ, അവൻ നസ്രയത്തിൽ നിന്നുള്ളവനാണ്. അവൻ പറഞ്ഞു, നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഞാൻ ഒരിക്കലും ഇന്ത്യയിലുള്ള ഒരു പട്ടണത്തെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. ആ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ചില പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ചില ജാതിക്കാരെ ആളുകൾ അവജ്ഞയോടെ കാണാറുണ്ട്. ആളുകൾ പറയാറുണ്ട്, ആ ജാതിയിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? എന്നാൽ ഒരു പട്ടണത്തെപ്പറ്റി, ആ പട്ടണത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നഥാനിയേൽ അങ്ങനെയുള്ള ഒരാളായിരുന്നു. എന്നാൽ യേശു, എനിക്ക് നിശ്ചയമാണ് യേശുവിനെ തൻ്റെ ആത്മാവിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്താണ് നഥാനിയേൽ ഇത് പറയുന്നതെന്ന്. കാരണം പിന്നീട് യേശു നഥാനിയേലിനോട് പറഞ്ഞു. 48-ാം വാക്യത്തിലാണ് യേശു അത് പറയുന്നത്.
ഫീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുന്നത് ഞാൻ കണ്ടു. അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് അവനെ കാണിച്ചു. അവൻ ആ അത്തിയുടെ കീഴിലിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഒരുപക്ഷെ അവൻ പ്രാർത്ഥിക്കുകയായിരിക്കും, നസ്രയത്തിൽ നിന്ന് വരുന്നവരോടുള്ള അവജ്ഞയോട്. യേശു അതറിഞ്ഞു. 47-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഈ മനുഷ്യനിൽ ഒരു കാപട്യവും ഇല്ല. ഞാനത് വായിച്ചപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാക്ഷ്യം നിനക്ക് എന്നെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ. ഞാൻ പറയുന്നത്, എന്നെക്കുറിച്ച് ദൈവം ഇന്ത്യയിൽ ഏറ്റവും അധികം വിശ്വാസമുള്ളവൻ എന്നല്ല. എനിക്കത് വേണ്ട, ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. അത് സത്യമാണെന്നും എനിക്ക് വിശ്വാസമില്ല. എന്നാൽ ഇങ്ങനെ നിനക്ക് എന്നെക്കുറിച്ച് പറയാൻ കഴിയുമോ? ഇതാ ഒരു മനുഷ്യൻ, അവനിൽ കാപട്യമില്ല. കർത്താവേ, എനിക്കത് വേണം. നിങ്ങൾ ചിന്തിക്കൂ, കർത്താവ് പറയാണ്, ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഇവനെ പോലെ വിശ്വാസമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതൊരു താരതമ്യമാണ്. എനിക്കത് വേണ്ട. ആരുമായിട്ടും താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവനിൽ കാപട്യമില്ല എന്ന് കർത്താവ് പറഞ്ഞാൽ അതൊരു താരതമ്യമല്ല. എല്ലാവരെക്കുറിച്ചും അത് പറയാൻ കഴിയും. നിങ്ങൾക്കത് വേണോ? ഓ, ഞാനതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ദൈവം ഇങ്ങനെ പറയണം, ഇവന് കാപട്യമില്ല. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ പോലും. നഥാനിയേൽ പാപത്തിന്മേൽ ജയമുള്ള ഒരാളായിരുന്നില്ല. അവന് പരിശുദ്ധാത്മാവില്ലായിരുന്നു. അവൻ വീണ്ടും ജനിച്ചവനല്ലായിരുന്നു. എന്നാൽ അവനിൽ കാപട്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് അവനെ പിന്നെയും മുന്നോട്ട് നടത്താനായിട്ട് കഴിഞ്ഞത്. അവൻ രക്ഷിക്കപ്പെടാനായിട്ടിടയായി. കാരണം 49-ാമത്തെ വാക്യത്തിൽ നഥാനിയേൽ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ രക്ഷിക്കപ്പെട്ടു. ഇത് ഞാനൊരു മുഖവരയായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഈ കാപട്യമില്ലെങ്കിൽ, നിങ്ങൾ പരമാർത്ഥതയുള്ളവരാണെങ്കിൽ അതാണ് ദൈവം നിങ്ങളെ നോക്കുന്നത്. പറയുക, കർത്താവെ, നിൻ്റെ കൃപയെ ചൂഷണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ഞാൻ കുറ്റപ്പാടിലിരിക്കുകയില്ല. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു അറിയായ്മയുടെ കാലം നീ ഗണ്യമാക്കത്തില്ലെന്ന്. എന്നാൽ ഇപ്പോൾ നീ കൽപ്പിക്കുന്നത് മാനസാന്തരപ്പെടാനാണ്, തിരിഞ്ഞു വരാൻ. മറ്റൊരു വാക്കിൽ തിരിഞ്ഞു വന്ന് ജീവിതം ഗൗരവമായിട്ടെടുക്കുക. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങളുടെ അടുക്ക വന്ന് തുറന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ നിനക്കുണ്ടോ? മോശപ്പെട്ട രീതിയിൽ നിങ്ങളൊരു തമാശ പറഞ്ഞപ്പം അത് തുറന്നു ചോദിച്ച ഒരു കൂട്ടുകാരൻ നിനക്കുണ്ടോ? ആളുകളെ നിന്ദിക്കുന്നത് പോലുള്ള നിൻ്റെ ചില സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും, അങ്ങനെ ചെയ്യരുതായിരുന്നു. അങ്ങനെ പറയുന്ന കൂട്ടുകാർക്കായിട്ട് സ്തോത്രം. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ആ കുറവുകൾ കാണിച്ചു തരുമ്പോൾ അത് അംഗീകരിക്കാൻ തക്കവണ്ണം നിങ്ങൾ സത്യസന്ധരാണോ? ശരിയാണ് കർത്താവ്, ഞാനതിൽ നിന്ന് മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഏത് കാര്യവും, ഒരുപക്ഷെ നിൻ്റെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കും നിന്നോട് പറയുന്നു. അവർ നിന്നെ സ്നേഹിക്കുന്നു, പറയുന്നു, ഈ കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നിങ്ങളിൽ കണ്ട ഒരു പാപമായിരിക്കും. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പാപങ്ങളിൽ നിന്ന് തിരിയുന്നതാണ്. നിൻ്റെ ജീവിതത്തിൽ പാപമെന്ന് അറിയാത്ത ഒരു കാര്യത്തിൽ നിനക്ക് തിരിയാൻ കഴിയത്തില്ല. നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപമെന്ന് കരുതുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെടേണ്ട. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നീ കാണുന്ന ഒരു പാപത്തിൽ നിന്ന് തിരിയുന്നതാണ്. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ നിലവാരത്തിൽ നിങ്ങൾ പാപമെന്ന് കാണുന്ന കാര്യത്തിൽ നിന്നാണ്. നിങ്ങൾ 8-ാം ക്ലാസ്സിലാണെങ്കിൽ ആ നിലവാരത്തിൽ തെറ്റായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് മാനസാന്തരപ്പെടേണ്ടത്. PhD ലെവലിലാണെങ്കിൽ ആ നിലയിലാണ്. ഓരോരുത്തർക്കും ഓരോ നിലയാണ്. അതുകൊണ്ട് മാനസാന്തരം പറഞ്ഞാൽ പലർക്കും പല നിലയാണ്. നിങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു പുതിയ വിശ്വാസിയാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. എൻ്റെ മാനസാന്തരം വളരെ ഉയർന്ന നിലയിലുള്ളതാണ്. കാരണം മറഞ്ഞിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ ദൈവം എന്നെ കാണിക്കുന്നു. അത് കഴിഞ്ഞ വർഷം എനിക്കറിയാവുന്നതായിരുന്നില്ല. ക്രിസ്തുതുല്യമല്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് ഉയർന്ന തലത്തിലുള്ള ഈ ആത്മീയ വളർച്ച, അവിടെ നിങ്ങൾ ലോകം പാവമെന്ന് വിളിക്കുന്ന കാര്യമല്ല പാവമായിട്ട് കാണുന്നത്. ക്രിസ്തുതുല്യമല്ലാത്ത മനോഭാവങ്ങളെയാണ് കാണുന്നത്. ഒരുപക്ഷെ ക്രിസ്തുതുല്യമല്ലാത്ത ഒരു ചിന്താധാര. ശരിയാണ്, ദൈവം നമ്മുടെ അറിവില്ലാത്ത കാലത്തെ അവനെ അഗണ്യമാക്കുന്നു. എന്നാൽ ഇപ്പം മാനസാന്തരപ്പെടാൻ കൽപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ തെറ്റെന്ന് നീ അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക. അങ്ങനെ നിങ്ങൾ തിരിയണം. എന്ത് ചെയ്യാനാണ് നിങ്ങൾ തിരിയുന്നത്? മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുന്നതാണ്. ഇപ്പം നിങ്ങൾ തിരിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അന്വേഷിക്കാൻ വേണ്ടിയാണ്. കൃപയെ അന്വേഷിക്കുക. പരിശുദ്ധാത്മാവിനെ കൃപയുടെ ആത്മാവെന്നാണ് വിളിക്കുന്നത്.